ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി മൈൻഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു പുതിയ ഡിഷ് പരിചയപ്പെടാം. എന്താണെന്നല്ലേ? എഗ് 65. അപ്പോൾ എഗ് 65 എങ്ങനെ ഉണ്ടാക്കുന്നത് കാണുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എഗ് 65 എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. ചിക്കൻ 65 പോലെ ഈസിയായി നമുക്ക് എഗ് 65 ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എഗ് 65ന് 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ബോയിൽ ചെയ്ത് വെച്ച 5 മുട്ട. ഈ മുട്ടയുടെ വെള്ള മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. നമുക്കതിൻ്റെ മഞ്ഞ മാറ്റി വെക്കാം. 5 മുട്ടയുടെ മഞ്ഞക്കരു ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളെ മുറിച്ചെടുക്കണം. ചെറിയ ചെറിയ പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാം. എത്ര ചെറുതാക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് ഞാനിവിടെ 5 മുട്ടയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളകാട്ടോ ചേർത്തത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. ഇനി 2 ടീസ്പൂൺ മൈദ ചേർക്കാം നമുക്ക്. ഓക്കെ, ഇനി 2 ടീസ്പൂൺ ബ്രെഡ് ക്രംസും ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയുടെ അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. കുറച്ച് മല്ലിച്ചപ്പും ചേർക്കാം. ഒരു 3 പച്ചമുളക്, എരിവിന് വേണ്ടി ഞാനൊരു 3 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മുളകൊക്കെ എല്ലാം എടുത്താവുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 എഗ് വൈറ്റാണ് വേണ്ടത്. 1 എഗ് വൈറ്റിന് ആവശ്യമുള്ളതും കേട്ടോ. ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 എഗ് വൈറ്റിലുണ്ട്. നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഈ ചേരുവകളൊക്കെ മുട്ടയിലേക്ക് നന്നായി പിടിക്കുന്ന വിധം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളായി മാറ്റണം. ചെറിയ ബോളായി ഉരുട്ടി മാറ്റി വെക്കുന്നുണ്ടോ നല്ലത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പെട്ടെന്ന് കഴിയും. ഇതേപോലെ ചെറിയ ബോളായി എല്ലാം ഉരുട്ടി മാറ്റി വെക്കാം. ഇത് ഞാനിവിടെ എല്ലാം ഉരുട്ടി ചെറിയ ബോളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഞാനത് മുങ്ങി പൊരിക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എഗ് ബോൾസ് നമുക്കിതിലേക്ക് ഇടാം കേട്ടോ. ഓക്കെ, നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്നവരെ എല്ലാ സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാനിതിന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാൻ ബാക്കിയുള്ള എഗ് ബോൾസും കൂടി നന്നായി ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഓക്കെ, അധികം ബ്രൗൺ കളറായി കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ഓക്കെ, എൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിനൊരു സോസ് തയ്യാറാക്കാം. അതിനായി ഞാൻ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർക്കാം. ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. വറ്റൽമുളകും ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഓക്കെ, ഈ ടൊമാറ്റോ സോസിനോട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, ഇത് നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ് ബോൾസ് ഇടാം. എഗ് ബോൾസിലേക്ക് നമ്മൾ ഈ സോസ് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സൈഡും നന്നായി സോസ് നന്നായി മിക്സ് ചെയ്തെടുക്കുക.
ഓക്കെ, നമ്മളുടെ എഗ് 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എഗ് 65 എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നീ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിന് പുതിയ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുന്നേ എഗ് 65 ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ, താങ്ക് യു.